കണ്ണൂർ കുഴിമന്തി ഉണ്ടാക്കാൻ അറിയാം. ആ കുഴിമന്തി ആളുകൾ എടുക്കണമെങ്കിൽ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നെന്ന് നോക്കിയിട്ട് ആളുകൾ എടുക്കുന്നത്. ആര് പ്രസന്റ് ചെയ്യുന്നു നോക്കുന്നത്. എല്ലാവരും ഒരേ കണ്ടന്റുകൾ പറയാൻ പറ്റും. അത് ആര് പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു നോക്കിയിട്ടാണ്. അപ്പം എല്ലാ മനുഷ്യർക്കും ആദ്യം ഇഷ്ടപ്പെടുന്നത് പ്രസന്റേഷനാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു. മനുഷ്യരും അതുപോലെയാണ്. നമ്മളിപ്പം എന്ത് പ്രസന്റ് ചെയ്താലും നമ്മൾ എന്താ പറയുക, ഭംഗിയോട് പ്രസന്റ് ചെയ്യുക. ഓക്കെ. സോ ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കമ്മലെന്ന് കാണിക്കാം. തഞ്ചാവൂർ പോയപ്പോൾ വാങ്ങിച്ചതാണേ. തഞ്ചാവൂര് ബൊമ്മ തല ഒലുക്ക് ആടുന്ന ഇങ്ങനെ ബൊമ്മകളുടെ കമ്മലാണ്. അവിടുത്തെ ഒരു മെയിൻ ഐക്കണാണ് ഈ തല ഒലുക്കുന്ന ഈ ബൊമ്മകൾ, തഞ്ചാവൂര്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത്, ഇന്ന് ഞാൻ കുറേ ദിവസം എനിക്ക് അവധിയുണ്ട്. നാളെ തൊട്ടങ്ങോട്ട് അവധിയാണ്. അപ്പോൾ എന്നോട് എല്ലാവരും വന്ന് കുറേ ലേഡീസൊക്കെ ചോദിച്ചു, നീ എല്ലായിടും യാത്ര പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2-3 ദിവസം നോക്കുമ്പോൾ എൻ്റെ മക്കൾ വരുന്ന് ഒന്നും ചെയ്യാതിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആരെങ്കിലും കാത്തു നിൽക്കാതെ, എല്ലാ പെണ്ണുങ്ങൾക്കും ആരെങ്കിലും എപ്പോഴും വേണം എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരിടത്തും ആർക്കും എങ്ങും പോകാനും പറ്റത്തില്ല. എല്ലാവരുടെ സമയവും കൂടെ നോക്കിയിരിക്കണം. അത് മക്കളെ കൊണ്ടായാലും ഒറ്റയ്ക്കായാലും. അതുകൊണ്ട് നമ്മളൊക്കെ ഈ പറഞ്ഞ ഒത്തിരി ഡിഗ്രികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് നമ്മൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ. സാക്ഷരതയുള്ളവരും ബുദ്ധി ഉപയോഗിച്ചിട്ട് ടെക്നിക്കൽ സാധനങ്ങളൊക്കെ പഠിക്കുന്നവരും പല ഡിഗ്രി പരീക്ഷയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത്. ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് അവർക്ക് വീട്ടിൽ ഇരിക്കുന്ന സമയം പുറത്ത് കൊണ്ടുപോകുമ്പോൾ കുറേ കാഴ്ചകൾ കാണിക്കുകയും അത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. ക്ലാസ്സിൽ പറഞ്ഞു വിടുമ്പോൾ തിയറട്ടിക്കൽ ക്ലാസ്സിനേക്കാളും അവരെ ദിവസം കൊണ്ടു നടന്ന് കാണിക്കുന്നത് അവരൊരു മെമ്മറിയാണ്. അവർക്ക് കുറേ കാര്യങ്ങളെ കോറിലേറ്റ് ചെയ്ത് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും എന്ന ചിന്ത കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ ആരെയും നോക്കിയിരിക്കാതെ, എൻ്റെ ടൂറിന് പോകുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവരെ എന്നും എപ്പോഴും എല്ലാ ആഴ്ചയിലും എൻഗേജ്ഡ് ആക്കി റീല് ചെയ്യുമ്പോൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യല്ലെന്ന്. ഓക്കെ, എന്തായാലും വന്നിട്ടുണ്ട്. ഓക്കെ, അവരെ കൊണ്ടുപോയി എല്ലായിടം കാണിക്കും. ഇപ്പോൾ കോഴിക്കോട് വന്ദേ ഭാരതി പോവാന്ന് വെച്ചാൽ വന്ദേ ഭാരതി കൊണ്ടുപോയി പിന്നെ കാണിച്ചിട്ട് നമുക്ക് അവിടെ ഷീ ലോഡ്ജുകളുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ലോഡ്ജ് ചില ദിവസം മേക്ക് മൈ ട്രിപ്പ് എടുത്തിട്ട് അതിനകത്ത് 1000-1300 രൂപയുടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് അവരെ കൊണ്ടുപോയി റൂം എടുത്ത് കിടത്തി. ആരും നമ്മളെ ശല്യം ചെയ്യാനില്ല. നമുക്കെല്ലാം ഫോണിനകത്ത് അക്സസിബിൾ ആണ്. നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എന്താ പാട്. മേക്ക് മൈ ട്രിപ്പ് പല ആപ്പിനകത്ത് ഹോട്ടലുകളായാലും പിന്നെ റൂംസ് പിന്നെ ടിക്കറ്റുകളായാലും എല്ലാം കിട്ടുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആരുടെയും ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് പിള്ളേരെയും കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ചില സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പം രാമേശ്വരമൊക്കെ പോയപ്പോഴത്തേക്ക് എനിക്ക് റൂം കിട്ടിയില്ല. കാരണം ഒറ്റയ്ക്ക് ലേഡീസിനെ ഒന്നും ആരും റൂം കൊടുക്കത്തില്ല രാമേശ്വരമൊക്കെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പിൽഗ്രിം സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ പിള്ളേരെയും കൊണ്ട് പോയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം ഇതായിട്ട് മസ്റ്റായിട്ട് അവിടെ കിട്ടും. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ മക്കളെയും കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പം കാസർഗോഡ് പോയി, അവിടെ ആനന്ദാശ്രമത്തിൽ പോയി, അതെല്ലാം കണ്ടു. അന്ന് കാസർഗോഡ് പോയപ്പം ഞാൻ പിന്നെ കാഞ്ഞങ്ങാടോ എന്താ പേര് പറഞ്ഞു പോയല്ലോ. ഓക്കെ, അവിടുത്തെ സ്ഥലത്ത് പോയിട്ട് അവിടെ ആനന്ദാശ്രമത്തിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ ഉണ്ട്, ഫുഡുണ്ട്. അവിടെ എടുത്തില്ല, പക്ഷേ മേക്ക് മൈ ട്രിപ്പ് വഴി എടുത്തു. പിന്നെ കണ്ണൂർ പോയി, മലപ്പുറം പോയി, കോഴിക്കോട് പോയി. കോഴിക്കോട് പോയപ്പം മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നത് ചെറിയ ബഡ്ജറ്റിൽ പോകുമ്പോൾ ഷീ ലോഡ്ജുകൾ എടുക്കും. അപ്പം നമുക്ക് പെണ്ണുങ്ങൾക്ക് പോയി താമസിക്കാൻ എല്ലാ ജില്ലകളിലും ഷീ ലോഡ്ജ് ഉണ്ട്. അപ്പം മൂത്തപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഷീ ലോഡ്ജ് ഉണ്ട് അവിടെ കണ്ണൂരും. കോഴിക്കോട് ഷീ ലോഡ്ജ് ബസ് സ്റ്റാൻഡിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഷീ ലോഡ്ജ് കിട്ടി ചീപ്പ് റേറ്റിന്. അവിടെ 150 രൂപയുള്ള ഡോർമെറ്ററി. മക്കളെ കൊണ്ടുപോകുമ്പോൾ ഒരു സിംഗിൾ റൂം എടുക്കും. അത് AC റൂം എടുക്കും. വലിയ കാശൊന്നും ആവത്തില്ല. അവിടെ 500 രൂപ റേഞ്ചിനൊക്കെ നല്ല റൂം കിട്ടും. അത്രയ്ക്കും പെണ്ണുങ്ങളുള്ളിടത്ത് താമസിക്കാന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മേക്ക് മൈ ട്രിപ്പിൽ എടുത്തിട്ട് ഇതേപോലെ റൂം എടുക്കാം. ദൂരെ യാത്രകൾ അങ്ങനെ പിള്ളേരെ കൊണ്ട് പോയില്ല. പാലക്കാടൊക്കെ കവർ ചെയ്തു, ഒറ്റപ്പാലം, പിന്നെ വരക്കാശ്ശേരി, മനം, പിന്നെ ഇവിടെ തന്നെ എല്ലായിടവും കവർ ചെയ്തു. ഇങ്ങനെ ഓരോ ജില്ലകളും പിള്ളേരെ കൊണ്ടുപോയി കാണിക്കും. അവർക്ക് സന്തോഷത്തോടെ കൊണ്ടുവരുമ്പം അവരെ ലൈഫിൽ ബാല്യം നമ്മളാണ് മെമ്മറീസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, മക്കളുടെ കാര്യത്തിലായാലും നമുക്കായാലും. അതുകൊണ്ട് എല്ലാവരും ഇനി ഒറ്റയ്ക്കുള്ള യാത്രകൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ആരുടെയും സമയവും സാഹചര്യവും നോക്കല്. ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ കുറേ പേര് പറഞ്ഞ് എൻ്റെ അടുത്ത് ഗ്രൂപ്പൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൂടെ പോരുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ്. പക്ഷെ അത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സമയം നോക്കി നമ്മളും കൂടെ ഇരിക്കണം. എല്ലാവർക്കും ചിലർക്ക് ഹോസ്പിറ്റൽ കേസ് വരണം,
ചിലർക്ക് അസുഖ സംബന്ധമായിട്ടുള്ള പ്രശ്നം, ചിലർക്ക് പൈസ കാണത്തില്ല. അപ്പം സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എവിടെ വേണമെങ്കിലും പോകാം. അതിനകത്തൊരു റെസ്ട്രിക്ഷനും ഇല്ല. ആദ്യം മനസ്സിന് വേണ്ട ധൈര്യമാണ്. എന്താ ധൈര്യം? ആരും കയറി എല്ലായിടവും നമ്മളെ കടിക്കാൻ നിൽക്കുന്ന പട്ടികളാണെന്നുള്ള ചിന്തയും മാറ്റാം. മനുഷ്യരാണ് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള യാത്രകൾ എവിടെയും പോകാൻ പറ്റും. ശരി, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പടങ്ങളൊക്കെ കൊള്ളാം അല്ലേ? അത് രാജസ്ഥാനി കൾച്ചറും കൾച്ചറൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ച കുറേ 30 രൂപയുടെ പടം പേപ്പേഴ്സാണ്, വാൾ പേപ്പേഴ്സ്. ഇതുപോലെയുള്ള വാൾ പേപ്പേഴ്സ് ഞാൻ നോക്കി നടക്കുവാണ്. കിട്ടുവാണെങ്കിൽ മുറി നിറയെ മേടിച്ചൊട്ടിച്ച് വെക്കും. ഓക്കെ, ടാറ്റാ. കഴിഞ്ഞിട്ടേ അതിൻ്റെ ചാവേറുകളില്ലേ, ചാവേറുകളെ ഇതിനകത്ത് ഈ കിണറ്റിനോട്ട് തള്ളിയിടും. തള്ളിയിട്ടിട്ട് എന്നിട്ട് ആനയെ കൊണ്ട് ചവിട്ടിച്ച്